എല്ലാവർക്കും എൻ്റെ പ്രണാമം. വേദാന്ത തത്വം അത്യധികം ലളിതമാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഒക്കെ ഉള്ളിൽ ഞാൻ ഞാൻ എന്നിങ്ങനെ അനുഭവപ്പെടുന്ന ആ ബോധം ഈ ജഗത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം തന്നെയാണ്. എല്ലാ സത്യദർശികളും ഏകകണ്ഠമായി ഇക്കാര്യം പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഇനി എന്താ സംശയം? ഞാൻ ബ്രഹ്മമാണ്. ഞാൻ തൽക്കാലം വ്യക്തി ശരീരത്തിൽ പ്രകടമാകുന്ന ബോധം, പക്ഷെ ഈ ബോധം തന്നെയാണ് പ്രപഞ്ച ശരീരത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം. നമ്മളൊക്കെ ബ്രഹ്മമാണ്. ഈ ലളിതമായ വേദാന്ത രഹസ്യം ഒരൊറ്റ ശ്ലോകത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നതാണ് ഏക ശ്ലോകം. ശ്രീ ശങ്കര ഭഗവത്പാദരാണ് ആ ഒറ്റ ശ്ലോകം രചിച്ചിരിക്കുന്നത്. മറ്റെല്ലാ സത്യദർശികളും ഇത് തന്നെ പറയുന്നു. രമണ മഹർഷിയുടെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്: ഹൃദയകുഹരമധ്യേ പ്രത്യഹം ബ്രഹ്മമാത്രം ഹ്യഹമഹം ഇതി സാക്ഷാദാത്മരൂപേണ ഭാതി ഹൃദി വിശമനസ സ്വം ചിന്വത മജ്ജതാ വാ പവന ചലനരോധാത് ആത്മനിഷ്ഠോ ഭവത്വം. ഹൃദയകുഹരമധ്യേ, അല്ലോ മനുഷ്യ, നിന്റെ ഹൃദയ ഗുഹയ്ക്കുള്ളിൽ, ഹൃദയകുഹരമധ്യേ പ്രത്യഹം, ഓരോ നിമിഷവും, അഹം അഹം ഇതി, ഞാൻ ഞാനെന്നിങ്ങനെ സാക്ഷാത് ആത്മരൂപേണ ഭാതി. സാക്ഷാത് ഇതനുഭവിക്കാൻ മറ്റെങ്ങും പോകണ്ടല്ലോ. സാക്ഷാത് അനുഭവം, സാക്ഷാത് അനുഭവിക്കുന്ന ഈ ബോധം ഹൃദയകുഹരമധ്യേ പ്രത്യഹം ബ്രഹ്മം മാത്രം. എന്താണ് ഇങ്ങനെ പ്രകാശിക്കുന്ന, ഞാനെന്ന് പ്രകാശിക്കുന്ന ആ ബോധം ബ്രഹ്മം മാത്രം, ബ്രഹ്മം തന്നെ, അത് മാത്രം, വേറെ ഒന്നുമല്ല. ബ്രഹ്മമാത്രം ഹ്യഹമഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. എടോ, സംശയമുണ്ടെങ്കിൽ ഹൃദി വിശ, ആ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലൂ. മനസ്സ, എങ്ങനെ? മനസ്സുകൊണ്ട്. സ്വം ചിന്വത, അവനവനെ അന്വേഷിച്ച്, അവനവൻ്റെ വ്യക്തമായ രൂപം അന്വേഷിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലൂ. മനസ്സാ സ്വം ചിന്വത. അങ്ങനെ
ശാസ്ത്രീയമായി അന്വേഷിച്ച് ഉള്ളിലേക്ക് കടക്കാൻ വിഷമമുണ്ടെങ്കിൽ മജ്ജതാവ പവനചലനരോധാത് പ്രാണസ്പന്ദനം കുറേശ്ശെ തടഞ്ഞ് ആ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിൽ മജ്ജനം ചെയ്യാൻ, മുങ്ങാൻ വേണ്ടി പ്രാണചലനം കുറേശ്ശെ തടഞ്ഞ് ഉള്ളിലേക്ക് ചെല്ലൂ. രണ്ടു മാർഗം. സ്വം ചിഹ്നത്ത, അവനവനെ ശാസ്ത്രീയമായി അന്വേഷിച്ചുള്ളിലേക്ക് ചെല്ലൂ. വിചാരമാർഗം. അത് പറ്റുന്നില്ലെങ്കിൽ പ്രാണസ്പന്ദനം, അതിനാണ് പലരും പ്രാണായാമവും മറ്റും ശീലിക്കുന്നത്. പ്രാണസ്പന്ദനം കുറേശ്ശെ കുറച്ച് ആ ആനന്ദത്തിൽ മുങ്ങാൻ, മജ്ജത, നമ്മൾ സമുദ്രത്തിലും മറ്റും മുങ്ങുന്നില്ലേ, മജ്ജതാവ ഭവനചലനരോധ, അങ്ങനെ ആത്മനിഷ്ഠോ ഭവത്വം. ഇത് രണ്ടും നമുക്കൊന്നും പ്രയാസമുള്ളതല്ല. ആദ്യത്തെ വിചാരമാർഗം ഒട്ടും പ്രയാസമുള്ളതല്ല. ഹൃദി വിശ മനസ്സ സ്വം ചിഹ്നത. എന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ബ്രഹ്മം ഞാൻ ഞാൻ എന്നിങ്ങനെ പുറത്തേക്ക് പ്രകാശിക്കുന്നു. ഇതേതുപോലെയാണ് വലിയൊരു ചവറ്റുകൂനയ്ക്ക് അടിയിൽ വില തീരാത്ത ഒരു രത്നം കിടക്കുന്നു എന്ന് വെക്കുക. ആ രത്നം ഈ ചവറുകൾക്കിടയിൽ കൂടി അതിൻ്റെ പ്രഭ പുറത്തേക്ക് കാണിക്കുന്നു. രത്നം തന്നെയാണ് പ്രഭ, അല്ലാതെ രണ്ടും രണ്ടല്ല. ആ പ്രഭ കാണുന്ന ആൾക്ക് ഏതോ വില തീരാത്ത രത്നം ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ടെന്ന് ബോധ്യമാവുന്നു. ഇത് കൈക്കലാക്കണം. എന്താ മാർഗം? വ്യക്തമല്ലേ? ചവറ്റൂന. അതിൻ്റെ അടിയിലാണ് ഈ രത്നം കിടന്നിട്ട് ഇങ്ങനെ അതിൻ്റെ കിരണം പുറത്തേക്ക് കാട്ടുന്നത്. ചവർ മാറ്റൂ, കുറേശ്ശെ ആ ചവർ ഓരോന്നും മാറ്റൂ. മാറ്റിയാൽ എന്താ? ചവറെല്ലാം മാറും. ചവർ രത്നമല്ല, കുറെ ചവറിങ്ങനെ ആവശ്യമായിട്ട് ഒന്ന് കയറിപ്പോയി. ആരൊക്കെയോ കൊണ്ടിട്ടതാണ്. എന്തായാലും ആ ചവർ മാറ്റി കഴിയുമ്പോൾ ശുദ്ധമായ രത്നം കയ്യിൽ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇത് ഏതുപോലെയാണെന്ന് വെച്ചാൽ ശ്രീ ശങ്കര ഭഗവത്പാദർ മറ്റൊരു ഉദാഹരണം പറയുന്നു. ഒരു നിധി കുഴിച്ചിട്ടിരിക്കുകയാണ്, തറയിൽ കുഴിച്ചിട്ടിരിക്കുന്നു. നല്ലൊരു കുഴിയെടുത്ത് ആ കുഴിയുടെ അടിയിൽ ഒരു നിധി, എന്നിട്ട് മണ്ണൊക്കെ ഇട്ട് മൂടി ആ നിധിയുടെ പുറത്ത് നല്ലൊരു കല്ലും എടുത്തു വെച്ച് അടയാളം. നമുക്ക് എപ്പോഴും വന്നാലും ഈ നിധി എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയണം. ഒരു കല്ലും എടുത്തു വെച്ച് നിധി കുഴിച്ചിട്ടവർ സ്ഥലം വിട്ടു. ഈ നിധി ഒരാൾക്ക് എടുക്കണം. എന്താ മാർഗം? വ്യക്തമല്ലേ? ആദ്യം കല്ല് മാറ്റണം, പിന്നെ മണ്ണ് മാറ്റണം. നിധി, അകത്തിരിക്കുന്ന നിധി എടുക്കാൻ കഴിയും. പക്ഷെ കല്ലും മണ്ണും മാറ്റാതെ നിധി എടുക്കാൻ പറ്റില്ലല്ലോ. ഭഗവത്പാദർ പറയുന്നു, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരമാത്മനിധി, ആനന്ദഘനമായ പരമാത്മനിധി ഇരിക്കുകയാണ്. അതിനു മുകളിൽ മനസ്സാകുന്ന മണ്ണ് നിറച്ചിട്ട് ഒരു കല്ലും എടുത്ത്
എടുത്തു വച്ചിരിക്കുകയാണ്. എന്താ ഈ കല്ല്? ശരീരം. ശരീരം തന്നെയാണ് കല്ല്. അപ്പോൾ ഭഗവത്പാദൻ പറയുന്നു, ആദ്യമായി ദേഹോപലം അപാകൃത്യ, ദേഹമാകുന്ന കല്ലിനെ മാറ്റിവെക്കൂ ആദ്യം. അപ്പോൾ സാർ അതൊക്കെ ഇപ്പം ഈ നിധിയുടെ കാര്യത്തിൽ നമുക്ക് കല്ലൊക്കെ മാറ്റാം. പക്ഷെ ഈ ബ്രഹ്മനിധിയുടെ മുകളിൽ ഇരിക്കുന്ന ഈ ദേഹമാകുന്ന കല്ലിനെ എങ്ങനെയാണ് മാറ്റുക? അവിടെയാണ് നിശ്ചയിക്കൂ. നിങ്ങൾക്ക് ബുദ്ധിയുള്ള ആളല്ലേ, ഞാൻ ദേഹമല്ല, തീരുമാനിച്ചാൽ മതി. അല്ലാതെ ഇപ്പം ദേഹത്ത് ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റാനൊന്നും പറ്റില്ല. ഞാൻ ദേഹമല്ല. എന്തുകൊണ്ടല്ല? ഞാനുണ്ട് എന്ന് രാപകൽ അനുഭവപ്പെടുന്ന ബോധം എങ്ങനെ ദേഹമാവും? ദേഹം ജഡമാണ്. അതിന് സ്വയം ഉണ്ടെന്ന് പോലും അനുഭവമില്ല. അതുകൊണ്ടാണല്ലോ ബോധം ഇറങ്ങിപ്പോകുമ്പോൾ ജഡത്തെ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന ആളുകൾ അഗ്നിയിലിരിച്ച് ചാമ്പലാക്കുന്നത് അവർക്ക് വ്യക്തമാണ്. ദേഹം അല്ല ആത്മാവ്. അപ്പോൾ ദേഹോപലം അപാകൃത്യ, ദേഹമാകുന്ന കല്ല് എടുത്തു മാറ്റൂ. ദേഹമാകുന്ന കല്ല് മാറ്റുന്നത് ദൃഢമായി തീരുമാനിക്കൂ. ഞാൻ ദേഹമല്ല. മാറിക്കഴിയും. കല്ല് മാറ്റുന്നത് അങ്ങനെയാണ്. ദേഹോപലം അപാകൃത്യ. അത് കഴിഞ്ഞു. അപ്പോൾ കല്ല് മാറ്റി. ഇനി എന്താ? മനസ്സാകുന്ന മണ്ണ് കുഴിക്കണം. അത് ബുദ്ധി കൊണ്ട് ഞാൻ ദേഹമല്ല എന്നുറപ്പായി ഗുരുപദേശം കൊണ്ടും ശാസ്ത്ര പഠനം കൊണ്ടും ഞാൻ എന്തായാലും ഈ ജഡദേഹമല്ല, ബോധമാണ് എന്നുറപ്പായി. അപ്പോൾ ദേഹോപലം അപാകൃത്യ, ഈ സത്യബോധം ഉറപ്പുവന്ന ബുദ്ധി കൃഷ്ണൻ ഗീതയിലുടനീളം പറയും, ബുദ്ധവും ശരണമന്വിച്ച. അർജുന, സത്യബോധം ഉറപ്പുവന്ന ബുദ്ധിയെ ശരണം പ്രാപിക്കൂ. ഭഗവത്പാദർ പറയുന്നു, ബുദ്ധി കുന്ദാലകാത്, ബുദ്ധിയാകുന്ന കുന്ദാലി ഈശ്വരൻ ബോധമാണ്. ഞാനൊരിക്കലും ഈ ജഡശരീരമല്ല എന്ന് ഉറപ്പുവന്ന ആ ബുദ്ധിയാകുന്ന കുന്ദാലി കൊണ്ട് ഖാത്വാ മനോഭുവം, മനസ്സാകുന്ന മണ്ണിനെ കുഴിച്ചെടുക്കൂ. കുറേശ്ശെ ഖാത്വാ മനോഭുവം, ഭൂയോ, വീണ്ടും വീണ്ടും കുഴിക്കണം. ആദ്യം കുറച്ച് കുഴിച്ചപ്പോൾ നിധി കണ്ടില്ല. കാരണം മണ്ണ് കൂടുതലിട്ടിരിക്കുന്നേ. അതിനിടയ്ക്ക് ചില ചരലും കല്ലും ഒക്കെ കിടപ്പുണ്ട്. ഖാത്വാ മനോഭുവം ഭൂയോ, വീണ്ടും വീണ്ടും അതിനെ കുഴിക്കണം. അതിപ്പോൾ സാറ് നിധി നമുക്ക് കുഴിച്ചെടുക്കാം മണ്ണ്. പക്ഷെ ഈ മനസ്സാകുന്ന മണ്ണിനെ കുഴിക്കുന്നത് എങ്ങനെ? ഒക്കെ നേരത്തെ പറഞ്ഞ ഏർപ്പാടാണ്. മറ്റൊന്നും എളുപ്പമല്ല. ഈ പ്രാണചലനം കൊണ്ട് സങ്കല്പ നിരോധമൊക്കെ പറയാൻ എളുപ്പമല്ല. പിന്നെ എന്താ എളുപ്പം? ഇത് ഈ മണ്ണും ഇവിടെ നിധി പോലല്ല, സാധാരണ നിധി പോലല്ല. ബ്രഹ്മനിധിയിലെ ഒരു വെറും ഭ്രമമാണ് മനസ്സാകുന്ന മണ്ണ്. മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത് പോലുള്ള ഭ്രമം, അല്ലെങ്കിൽ ഒരു കയറിൽ സർപ്പത്തെ കാണുന്നത് പോലുള്ള ഭ്രമം. അപ്പോൾ എന്താ? ഇത് തീരുമാനിക്കൂ. ഇതൊക്കെ ഗുരുവിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്.
ശാസ്ത്രം പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മനസ്സാകുന്ന മണ്ണും ബോധമായ ബ്രഹ്മത്തിലെ ഒരു ഭ്രമമാണ്, ഇല്ലാത്തതാണ്. ഉണ്ടെങ്കിൽ അത് ബ്രഹ്മം തന്നെ. എന്താ, മരുഭൂമിയിൽ കാനൽ ജലം ഇല്ലാത്തതാണ്. പക്ഷെ ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അത് മരുഭൂമി തന്നെ. സത്യം കണ്ടയാളിന് എത്ര ദൂരെ മാറി നിന്ന് വെള്ളം കണ്ടാലും അത് മരുഭൂമിയാണ്, അല്ലാതെ അവിടെ ഒരിക്കലും വെള്ളമില്ല. അത് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. ഇതൊക്കെ ബ്രഹ്മമാണ്. തൽക്കാലം നിങ്ങൾക്ക് വേറെ വേറെ എന്ന് തോന്നുന്നത് ഭ്രമമാണ്. അപ്പോൾ മനസ്സാകുന്ന മണ്ണിനെ കുഴിക്കണം. മനസ്സ് വരുന്ന ഓരോ വിചാരങ്ങളും ഓരോ വികാരവും ഒക്കെ ബ്രഹ്മം തന്നെ എന്ന് തീരുമാനിക്കണം.